മധ്യപ്രദേശിലെ ഖണ്ഡുവിലുള്ള വലിയൊരു ഖബർസ്ഥാനിൽ രാത്രി 8 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെ വസ്ത്രങ്ങളില്ലാത്ത ഒരാൾ സംശയ സാഹചര്യത്തിൽ ചുറ്റിത്തിരിയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. തൊട്ടു മുൻപുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ, അതായത് 2 മണിക്കൂർ മുൻപ് വൈകുന്നേരം ഒരു 6 മണി മുതൽ 6:45 വരെ ഇയാൾ വസ്ത്രങ്ങൾ ധരിച്ച് അതേ ഖബർസ്ഥാനിൽ എത്തിയിരുന്നതായി വ്യക്തമായി. തുടക്കത്തിൽ ഖബർസ്ഥാന്റെ കാവൽക്കാരനോ അല്ലെങ്കിൽ അടുത്ത കാലത്ത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് അവരുടെ ഓർമ്മയിൽ പ്രാർത്ഥിക്കാനെത്തിയ ആളായിരിക്കുമെന്നാണ് പോലീസ് കരുതിയത്. എന്നാൽ പിന്നീട് പുറത്തു വന്ന സത്യം നടുക്കുന്നതായിരുന്നു. ഖബറിനുള്ളിൽ അടക്കം ചെയ്ത മൃതദേഹങ്ങളോട് ഇയാൾ കാട്ടിയ ക്രൂരതയറിഞ്ഞ് ആ പ്രദേശമാകെയുള്ള ആളുകൾ ഇയാൾക്കെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടെത്തി. സംഭവങ്ങളുടെ തുടക്കം 2025 മെയ് മാസം 18-നാണ്. ഖണ്ഡ്വ സ്വദേശിയായ ഒരു യുവതി രോഗബാധയെ തുടർന്ന് മരണപ്പെടുന്നത്. മെയ് 19-ന് രാവിലെ മൃതദേഹം വലിയ ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു. അടുത്ത ദിവസം രാവിലെ പാരമ്പര്യപ്രകാരം പ്രാർത്ഥിക്കാനായി പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഈ ഖബർസ്ഥാനിലെത്തി. ദൂരെ നിന്നും നോക്കിയപ്പോൾ തന്നെ ഖബറിലെ മണ്ണ് ചിതറി കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അടുത്തേക്ക് ചെന്ന് പരിശോധിച്ചപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹത്തിന്റെ കീഴ്ഭാഗത്തെ കഫൻ പടലങ്ങളെല്ലാം മാറ്റി അനാദരവ് കാട്ടിയതായി, അതായത് വികൃതമാക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തി. ഇതോടെ ഈ വിവരം ആ നഗരമാകെ പടരുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടത്തി സത്യം കൊണ്ടുവരാൻ പോലീസ് നിർദ്ദേശിച്ചെങ്കിലും മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പരിശോധിക്കുന്നതിനോട് കുടുംബാംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതോടെ കേസ് തൽക്കാലത്തേക്ക് അടഞ്ഞു. എന്നാൽ മണിക്കൂറുകൾക്കകം സമീപത്തെ മറ്റൊരു ഖബർസ്ഥാനിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അവിടെയും ഒരു യുവതിയുടെ ഖബർ തുറന്ന് വസ്ത്രങ്ങൾ മാറ്റിയ നിലയിലായിരുന്നു. തുടർച്ചയായ സംഭവങ്ങൾ ആ പ്രദേശത്ത് വലിയ ആശങ്കയ്ക്ക് വഴിതെളിച്ചു. അമാവാസി രാത്രികളിലായിരുന്നു ഈ സംഭവങ്ങൾ നടന്നതെന്നതിനാൽ ഇതിന് പിന്നിൽ ദുർമന്ത്രവാദമോ ആഭിചാരക്രിയകളോ ആയിരിക്കാമെന്ന് നാട്ടുകാർ സംശയിച്ചു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സമീപ പ്രദേശങ്ങളിലെ ഖബർസ്ഥാനുകളിൽ പോലീസ് CCTV ക്യാമറകൾ സ്ഥാപിച്ചു. തുടർന്നുള്ള 4 മാസത്തോളം കാര്യമായ അസ്വാഭാവിക സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 2025 സെപ്റ്റംബർ 19-ന് രോഗബാധിതയായി മരിച്ച മറ്റൊരു പെൺകുട്ടിയുടെ മൃതദേഹം ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു. സെപ്റ്റംബർ 20-ന് പ്രാർത്ഥനയ്ക്കായി ബന്ധുക്കൾ എത്തിയപ്പോൾ 4 മാസം മുൻപ് കണ്ട അതേ ഭയാനകമായ കാഴ്ച വീണ്ടും ആവർത്തിച്ചതായി കണ്ടു. ഖബറിലെ മണ്ണ് മാറ്റി മൃതദേഹത്തിന് മുകളിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ നീക്കം ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഖബർസ്ഥാനിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ വസ്ത്രങ്ങളില്ലാത്ത ഒരാൾ ഒരു വടിയുടെ അറ്റത്ത് തുണി കെട്ടി CCTV ക്യാമറ മറയ്ക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ഒരു ക്യാമറയിലെ വെളിച്ചം കണ്ട ഇയാൾ അത് മറച്ചുവെങ്കിലും തൊട്ടടുത്ത് വെളിച്ചമില്ലാത്ത മറ്റൊരു ക്യാമറ കൂടി ഉണ്ടെന്ന് ഇയാൾ അറിഞ്ഞിരുന്നില്ല. ആ ക്യാമറയിൽ ഇയാളുടെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞു. ക്യാമറ മറയ്ക്കാൻ ഇയാൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ പ്രധാന തെളിവായി സ്വീകരിച്ച പോലീസ് പ്രതിയെ കണ്ടെത്താനായി ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. ഖബറിന് സമീപം ആരെങ്കിലും സംശയകരമായി വന്നിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് മുൻ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു. അടുത്തിടെ പെൺകുട്ടിയെ അടക്കം ചെയ്ത സ്ഥലത്ത് വസ്ത്രം ധരിച്ച ഒരാൾ വന്ന് എന്തോ തിരയുന്നത് പോലെ ചുറ്റിക്കറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ ദൃശ്യങ്ങളിൽ നിന്ന് ഇയാളുടെ വ്യക്തമായ ചിത്രം പോലീസ് വേർതിരിച്ചെടുത്തു. ഈ ചിത്രം പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രചരിപ്പിച്ചതോടെ ഖണ്ഡ്വ പോലീസിലെ ഒരു ഹബീൽദാർ ഇയാളെ തിരിച്ചറിഞ്ഞു. യാക്കൂബ് ഖാൻ എന്നയാളായിരുന്നു ഇത്. മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഈ പ്രതിക്ക് ഒരു കറുത്ത ഭൂതകാലം ഉണ്ടായിരുന്നു. പോലീസ് ഇയാളുടെ പഴയകാല ചരിത്രം പരിശോധിച്ചപ്പോൾ നടുക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. 2007-ൽ നടന്നൊരു സംഭവം. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ തന്നെ ഇയാൾ ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് അവർ ഇയാളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. 2011-ൽ ഇയാൾ രണ്ടാമത് വീണ്ടും ഒരു വിവാഹം കഴിച്ചു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ 2ാം ഭാര്യയെ ഇയാൾ പുഴയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഭാര്യയുടെ കുടുംബം നൽകിയ കേസിൽ കോടതി ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 2025 മെയ് മാസം 15 14 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നല്ല പെരുമാറ്റം കണക്കിലെടുത്ത് ഇയാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. 2025 മെയ് മാസം 19-ാം തീയതി ജയിലിൽ നിന്നും പുറത്തിറങ്ങി 4-ാം ദിവസം തന്നെ ഇയാൾ ഖബർസ്ഥാനിൽ ആദ്യത്തെ ക്രൂരകൃത്യം ചെയ്തു. അറസ്റ്റിലായ ശേഷം പോലീസ് ചോദ്യം ചെയ്തപ്പോൾ യാക്കൂബ് ഖാൻ വെളിപ്പെടുത്തിയ കാരണം കേട്ട് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയി. ജയിലിൽ കഴിയുന്നതിനിടെ
50 വയസ്സുകാരനായ മറ്റൊരു തടവുകാരനാണ് ഇയാളെ ഈ ആഭിചാരക്രിയ ഉപദേശിച്ചത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഖബർസ്ഥാനിൽ അടക്കം ചെയ്ത പെൺകുട്ടികളുടെ മൃതദേഹങ്ങളോട് ക്രൂരത കാട്ടിയാൽ ആത്മാക്കൾ ഇയാളുടെ വശത്താകുമെന്നും ഈ ആത്മാക്കളെ ഉപയോഗിച്ച് വലിയ സമ്പന്നനും വീണ്ടും ചെറുപ്പക്കാരനാകാമെന്നും അവൻ ഇയാളെ വിശ്വസിപ്പിച്ചു. ഈ അന്ധവിശ്വാസത്തിനും പണത്തിനോടുള്ള ആർത്തിക്കും വേണ്ടിയാണ് ഇയാൾ ഇത്തരം പൈശാചിക പ്രവർത്തികൾ ചെയ്തത്. പ്രതിയെ തെളിവെടുപ്പിനായി ഖബർസ്ഥാനിൽ എത്തിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. ജനങ്ങൾ ഇയാളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കി. ഇത്തരം ക്രൂരതകൾക്കെതിരെ ശക്തമായ നിയമവകുപ്പുകൾ കുറവാണെങ്കിലും മൃതദേഹങ്ങളെ അനാദരിക്കൽ, ആഭിചാരക്രിയകൾ, പൊതുസമാധാനം തകർക്കൽ തുടങ്ങി സാധ്യമായ എല്ലാ കടുത്ത വകുപ്പുകളും ചുമത്തി പോലീസിന് ഇയാളെ ജയിലടയ്ക്കാൻ കഴിഞ്ഞു. നിലവിൽ ഇയാൾ ജയിലിൽ വിചാരണ നേരിടുകയാണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവ് ചെയ്ത് കമൻറ്റിൽ പറയുക. പോകുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഒരു ലൈക്കായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും സഹായിക്കുന്നത്. അതെനിക്ക് ഒരുപാട് സപ്പോർട്ടും നൽകും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.